ഉയർത്തി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ വറ്റാത്ത കരുണ ഇതായാൽ ധാരയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. നിനക്കറിയില്ലായിരിക്കാം, പക്ഷെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കാം. ഒരു ഇന്നലകളിൽ നീ അനുഭവിച്ചിട്ടുണ്ടാകാം ഈ സ്നേഹം. ഇതാ ആ നിത്യമായ സ്നേഹം ഇയാൾ ധാരയിൽ അപ്പത്തോളം ചെറുതായി നമ്മുടെ മുമ്പിലായിരിക്കുന്ന നിമിഷമാണ്. സങ്കീർത്തനം 37 അതിൻ്റെ 5 നാം വായിക്കുന്നുണ്ടല്ലോ, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നിന്ന് നോക്കിക്കൊള്ളൂ. ഇതൊരു സുന്ദരമായ വചനമാണ്. നോക്കിക്കേ, നിന്റെ ജീവിതം, ഈ കൊച്ചു ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, എന്നിട്ട് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും. അപ്പൊ കർത്താവിൽ ഭരമേൽപ്പിക്കുന്ന, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ജീവിതത്തെ കർത്താവ് നോക്കുമെന്നാണ് സങ്കീർത്തകനിലൂടെ സ്വർഗം നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തെ നോക്കാൻ തുടങ്ങിയാൽ, കർത്താവ് നമ്മുടെ ജീവിതത്തെ പരിപാലിക്കാൻ തുടങ്ങിയാൽ, കർത്താവ് നമ്മുടെ ജീവിതത്തെ വഴി നടത്താൻ തുടങ്ങിയാൽ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനൊരു കുറവുണ്ടാകില്ല. എല്ലാം തക്ക സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. ഇനി ചെയ്യേണ്ട ഒരു കാര്യം വചനം പറയുന്നത്, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. നമ്മളൊരാളിൽ നമ്മുടെ ജീവിതമോ നമ്മുടേതായത് എന്തെങ്കിലും ഭരമേൽപ്പിക്കുന്നത് അവനിൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ അവളിൽ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. ഒരുപക്ഷെ നമ്മുടെ കൈക്കുഞ്ഞിനെ മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോകുന്നത് നമുക്ക് അവരിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ആരുടെയും കൈകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കില്ല. അങ്ങനെയെങ്കിൽ കർത്താവിൽ നിന്റെ ജീവിതം ഭരമേൽപ്പിക്കണമെങ്കിൽ കർത്താവിൽ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. എൻ്റെ കർത്താവ് നോക്കിക്കൊള്ളുന്നു, എൻ്റെ കർത്താവ് പരിപാലിക്കുന്നു, എൻ്റെ ദൈവം എന്നെ വഴി നടത്തുമെന്നും വിശ്വസിക്കുന്നിടത്താണ് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കാൻ പറ്റുക. എവിടെയൊക്കെയോ വിശ്വാസത്തിൽ വന്നിട്ടുള്ള അപജയങ്ങളാണ്, അസ്വസ്ഥതകളാണ് നമുക്ക് ജീവിതം കർത്താവിൽ ഭരമേൽപ്പിക്കാൻ പറ്റാതെ പോകുന്നത്. വിശ്വസിക്ക്, നിന്റെ കർത്താവിനെ നീ നിന്റെ ജീവിതം ഭരമേൽപ്പിച്ചാൽ അവിടെ നിന്ന് നിന്നെ നോക്കിക്കൊള്ളും. നിന്റെ ജോലി മേഖലകള്, നിന്റെ വരുമാന മാർഗങ്ങള്, നിന്റെ മക്കള്, നിന്റെ ജീവിത പങ്കാളി, നിന്റെ കുടുംബം, നിന്റെ ദാമ്പത്യം, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ പ്രതീക്ഷകൾ, നിന്റെ ആത്മീയ ജീവിതം, നിന്റെ വിശുദ്ധ ജീവിതം, നീ എന്തിനെക്കുറിച്ചെല്ലാം ആകുലപ്പെടുന്നുണ്ടോ അതെല്ലാം നിന്റെ കർത്താവ് നോക്കിക്കൊള്ളൂന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്തിനാ ഇത്ര ആശങ്കപ്പെടുന്നേ? പിന്നെന്തിനാ ഇത്ര ആകുലപ്പെടുന്നേ? പിന്നെന്തിനാ ഇത്ര കണ്ട് അസ്വസ്ഥരാകുന്നേ? അതുകൊണ്ടാണല്ലോ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പ്രവാചകനിലൂടെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കർത്താവിൽ ഭരമേൽപ്പിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള സ്വർഗത്തിന്റെ പദ്ധതിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്ഷേമത്തിനുള്ളതാണെന്ന്, നാശത്തിനുള്ള പദ്ധതിയല്ല എന്ന്. മക്കളെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ സ്വർഗം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം പുത്രനെ നമുക്കായി ഭരമേൽപ്പിച്ചു തന്നില്ലേ? ഇതാ പുത്രനായ ഈശോ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ശരീരവും രക്തവും കാൽവരിയിൽ നമുക്കായി പകുത്തും പങ്കുവെച്ചും ഭരമേൽപ്പിച്ചു തന്നില്ലേ? അതേ ഈശോ തന്റെ അസാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നില്ലേ? ഇതാ സ്നേഹത്തിൽ നമ്മുടെ ജീവിതം ഭരമേൽപ്പിക്കാൻ, അതേ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തോടെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ നമ്മുടെ കർത്താവ് നോക്കിക്കൊള്ളുമെന്നുള്ള ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, അത് നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മാംസം ധരിക്കാൻ തുടങ്ങും. തമ്പുരാനെ, ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ നീ ബലപ്പെടുത്തണമേ, മനസ്സിനെ ബലപ്പെടുത്തണമേ, വിശ്വാസത്തെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം കർത്താവിന് കൊടുക്കാൻ,
അങ്ങനെ മനസ്സും ഹൃദയമൊക്കെ സമാധാനത്തിലും സ്വസ്ഥതയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എത്രയോ സുരക്ഷിതമാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണല്ലോ മോനെ നീ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കുമ്പോൾ. ലോകം വെച്ച് നീട്ടുന്ന ഏത് സ്നേഹത്തെക്കാളും സമാധാനത്തെക്കാളും സന്തോഷത്തെക്കാളും ഉപരിയാണല്ലോ കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന നിത്യമായ സമാധാനവും സന്തോഷവും സ്നേഹവും. അതുകൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതാ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെയൊക്കെ നിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്, എങ്കിലും ഇതാ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് വല്ലാത്ത ടെൻഷനുണ്ട്, തമ്പുരാനെ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ജീവിത പങ്കാളിയുടെ ദുസ്വഭാവത്തെ ഓർത്ത് വല്ലാത്ത നൊമ്പരമുണ്ട്, എങ്കിലും നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. നാളെ എന്തായി തീരുമെന്നറിയില്ല. കടബാധ്യതയുടെ നടുവിൽ, ജപ്തി നോട്ടീസിന്റെ നടുവിലാണ് നിൽക്കുന്നത്, എങ്കിലും ദൈവമേ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. നീ നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, പറ, ഹൃദയം കൊണ്ട് പറ, തമ്പുരാനെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ കരുതുമെന്ന് വിശ്വസിക്കുന്നു, നീ എന്നെ കാക്കുമെന്ന് വിശ്വസിക്കുന്നു, നീ എന്നെ കൈപിടിച്ച് നടത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലകളിൽ എന്നെ നടത്തിയ ദൈവം നാളെ എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, ഇരുകരങ്ങളൊന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ വിശ്വാസ ഹൃദയം കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സംരക്ഷണം, കർത്താവിൻ്റെ വലിയ കരുതൽ, കർത്താവ് നിന്നെ തൻ്റെ പൊൻകരത്തിൽ അതുപോലെ സൂക്ഷിക്കുന്ന അനുഭവം ഉണ്ടാവും. ഈശോയെ, ഇതാ ഈ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദൂരങ്ങളിലിരുന്ന്, ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ നടുവിലിരുന്ന്, ദൈവമേ ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ പ്രതികൂല അനുഭവങ്ങളുടെ നടുവിലിരുന്ന് നിന്നെ വിളിക്കുന്ന മക്കളെ കരുണയോടെ നീ കാണണമേ. യേശുവേ, കരുണയോടെ നീ കാണണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ തൊടണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അപ്പസ്തോലന്മാര് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിന്റെ കരങ്ങളിൽ ജീവിതം ഫലമേൽപ്പിക്കാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. അർഹിക്കാത്ത നന്മകളും ആമേൻ എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും തമ്പുരാനെ നിന്റെ കരുണയാൽ കടാക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടേതായ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, നമ്മളോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവർ, ഇവരെല്ലാവരെയും അൽത്താരയിലേക്ക് നമുക്ക് ഈ നിമിഷം ചേർത്ത് നിർത്താം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. തമ്പുരാനെ, നിന്റെ കരുണയാൽ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും നീ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിലും നിന്റെ കരുണയിലും അത് ഈ മക്കൾക്ക് സൗഖ്യമായിട്ട് മാറട്ടെ, ദൈവിക സംരക്ഷണമായിട്ട് മാറട്ടെ. ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടപെടലുകൾ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ഇവിടെ കുടുംബങ്ങളിലും ജീവിതത്തിലുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.